ഹായ് എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതലും നമ്മൾ പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ എങ്ങനെ അട്രാക്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. പക്ഷേ കുറേ പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇഷ്ടമല്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അവരെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക എന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും പലരുടെയും ആവശ്യമാണ്, തെറ്റ് പറയാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലുള്ളത് എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, ആ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ നിങ്ങളിത് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ അവരെ സ്നേഹിക്കാൻ ശ്രമിക്കുക. പക്ഷേ അവർ നിങ്ങൾക്ക് വലിയൊരു ശല്യമാണ്, എനിക്ക് ആ ഒരു ആളെ അക്സെപ്റ്റ് ചെയ്യാൻ തീരെ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒഴിവാക്കാം എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓവറായിട്ട് കോൾ വേണ്ട, മെസ്സേജ് വേണ്ട. അതായത് ഇപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. കുറച്ചൊക്കെ തിരക്കായിട്ട് മാറുന്നത് നല്ല കാര്യമാണ്. ഈ ഒരു തിരക്കായിരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവർ കുറച്ചൊന്ന് ബിസി ആയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ തിരക്കാണോ, തിരക്കായതുപോലെ കാണിക്കുവാണോ, എന്നോട് ഇഷ്ടമല്ലാണ്ട് ആയിരിക്കുവാണോ, എന്നെ അവോയ്ഡ് ചെയ്യാണോ, ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഏതൊരു പേഴ്സണിൻ്റെ അടുത്തും നമ്മൾ കുറച്ചൊന്ന് ബിസി ആയതുപോലെ കാണിക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ അങ്ങനെ പറയുകയാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അവരെ ഹേർട്ട് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, തിരക്കാണെന്നുള്ളത് മനസ്സിലാക്കും. കുറച്ച് ദിവസം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ പതിയെ അവർ തന്നെ ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ദേഷ്യത്തോട് ഒരിക്കലും അവരോട് പെരുമാറാതിരിക്കുക. അത് നമ്മൾ അവരെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യരുത്. നേരെ മറിച്ച് വളരെ സൗമ്യമായി ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുക. കുറച്ചൊക്കെ തിരക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനായിട്ടും അവർ മനസ്സിലാക്കുകയാണ് ചെയ്യണത്. മാത്രമല്ല അവർ വിചാരിക്കും നമുക്ക് അവരോട് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക, ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മുമ്പേ ഒത്തിരി സംസാരിച്ചു കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന നിങ്ങളുടെ മൗനം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ പ്ലാൻസും കാര്യങ്ങളും ഫ്യൂച്ചർ കാര്യങ്ങളും ഒന്നും അവരോട് പറയാതിരിക്കുമ്പോൾ അവർ ചെറിയ രീതിയിലൊന്നും ടെൻഷൻ ആവും, അല്ലെങ്കിൽ അവർ ആലോചിക്കാൻ തുടങ്ങും എന്താണ് ഇങ്ങനെ എന്നുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ ആരാണെന്നുണ്ടെങ്കിലും നമ്മളോട് താല്പര്യമില്ല എന്ന് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിമാനം പണയം വെച്ച് നമ്മളോട് നിൽക്കില്ലല്ലോ. അതായത് നമുക്ക് ഓക്കെ, നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഈ ഒരു ചിന്താഗതിയാവും ഉണ്ടാവുക. അവരും അങ്ങനെ വിചാരിച്ചോളും. ഇപ്പം നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ അവരോട് പറയാതെ വരുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് അവർക്ക് തന്നെ ഫീൽ ചെയ്യും. ഇമോഷണൽ ഡിസ്റ്റൻസ്, മാനസികപരമായ ഒരു അകൽച്ച ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് പതിയെ പതിയെ മുഴുവനായിട്ടുമുള്ള അകൽച്ചയായിട്ട് മാറിക്കൊള്ളും. സോ മാനസിക അകൽച്ചയാണ് നമ്മൾ വരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് തിരക്കായിട്ട് മാറുക, അതേപോലെ തന്നെ കോൾസും കാര്യങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അവൈലബിൾ ആവുന്നത് കൂട്ടാതിരിക്കുക. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കോൾ എടുക്കും, ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോവും, ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ സോറി എന്നെ കൊണ്ട് പറ്റില്ല, ഈ കാര്യം തുറന്നു പറയാം. അത് വളരെ പവർഫുൾ ആയിട്ടൊരു സെൻറ്റൻസ് ആണ്, എനിക്ക് പറ്റില്ല എന്നുള്ളത്. അത് നിങ്ങൾ അവരോട് ഓപ്പണായിട്ട് പറയാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം കുറയ്ക്കുക. ഓവറായിട്ട് നമ്മൾ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടും ഒരു വില ഇല്ലാണ്ടാവും. പിന്നെ വളരെ ഈസി ആയിട്ട് നമ്മളെ കിട്ടും എന്നൊരു ചിന്തയൊക്കെ അവർക്ക് വരും. അപ്പോൾ അതൊന്നും ഒരിക്കലും നല്ലതല്ല. നമ്മൾ കുറച്ചൊക്കെ അവൈലബിൾ ആവാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. മേ ബി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആ ഒരാൾ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സും കാര്യങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒരു പ്രശ്നമായി എന്ന് വിചാരിക്കുക, വലിയ രീതിയിൽ നിങ്ങളൊന്നും പറയാൻ പോകണ്ട, ഒന്നും തന്നെ പറയാൻ പോകേണ്ട ആവശ്യമില്ല. അവർ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ നിർത്തിക്കോളും.
മാത്രമല്ല ഈ ഒരു ആർഗ്യുമെന്റ്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ തന്നെ പ്രശ്നം ഒരു പരിധിവരെ ഇല്ലാതാകും എന്നുള്ളതാണ്. അത് മാത്രമല്ല സൈലൻസ് അവിടെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ സൈലൻസ് ആണല്ലോ വരുന്നത്. അതായത് നിങ്ങളൊന്നും പറയുന്നില്ല, അപ്പോൾ പിന്നെ അവിടെ സൈലൻസ് ആണ് ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം കൂട്ടും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. സൈലന്റ് ആയിട്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും തന്നെ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്, സൈലന്റ് ട്രീറ്റ്മെന്റ് നല്ലതല്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി അല്ല, നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വേണ്ട എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച്. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക. ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ സംസാരിക്കാനേ പോകേണ്ട ആവശ്യമില്ല. അതിപ്പോൾ അവരൊരു വഴക്കുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിക്കുവാണെങ്കിലും ഒക്കെ ഒന്നും പറയാൻ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഒന്നും പറയാതിരിക്കാനും പറ്റില്ല വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. ഓക്കെ, ഈ രീതിയിൽ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായി വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് അവർക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോഴും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കണക്ഷൻ കുറേയധികം കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ സൈലൻസ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് കുറച്ച് നല്ലതാണ്. ഇനിയിപ്പോൾ അഞ്ചാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അതായത് അവരുടെ അടുത്ത് തുറന്ന് പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുറന്ന് പറയുന്നത് ബെറ്റർ ആണ്. നമ്മൾ അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയുക, ഷൗട്ട് ചെയ്തിട്ട് പറയുക എന്നുള്ളതല്ല. എനിക്ക് റിലേഷൻഷിപ്പ് ഓക്കെ അല്ല, കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതായത് എനിക്ക് എന്നോട് തന്നെയുള്ള റെസ്പെക്റ്റ് കുറഞ്ഞു പോകുന്നുണ്ട്, സോ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താം എന്നുള്ളത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ആ ഒരു പേഴ്സൺ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കണം. പെട്ടെന്ന് ദേഷ്യം വരുന്ന, കയ്യിൽ കിട്ടിയത് വെച്ച് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. കാരണം അത് കുറച്ചുകൂടി എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി മോശമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. നേരെ മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഇപ്പോൾ ശരിക്കും ഒരു ടോക്സിക് പേഴ്സൺ ഒക്കെയാണ് അവരെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കത് മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നതാണ് നല്ലത്. പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരാളുടെ ക്യാരക്ടർ കൂടി നോക്കിയിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരോട് പറയാനായിട്ട് ശ്രമിക്കാം. അത് ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന് പറ്റാത്ത ആളുകളുണ്ട്, അവർക്കുള്ളതാണ് ഞാൻ മറ്റു പല പോയിന്റ്സും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന് കഴിയുന്ന ആളാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഞാൻ എന്ത് ചെയ്താലാണ് അവർ പോവുക എന്ന് സംശയിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ കോമൺ ആയിട്ട് പലരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ കൂടി നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മാറ്റം കാണും. നോർമലി നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ പലരും എന്നോട് ഇഷ്ടം കുറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നതിൻ്റെ പുറകിൽ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വിളിക്കുന്നില്ല, മെസ്സേജ് കുറയുന്നുണ്ട്, കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും അവൻ എന്നോട് ഇഷ്ടം കുറഞ്ഞു, അല്ലെങ്കിൽ അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവൾക്ക് എന്നോട് ഭയങ്കരമായിട്ട് സ്നേഹം കുറഞ്ഞു, എന്തോ ഡിസ്റ്റൻസ് വരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പലരും പറയുന്നതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ അവരോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ, അപ്പോഴേ അവിടെ ഡിസ്റ്റൻസ് വരുള്ളൂ, എങ്കിൽ മാത്രമേ അവർ പോകാനുള്ള സാധ്യതയുള്ളൂ. അതല്ലാതെ നമ്മൾ കുറേ സംസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ നമുക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകണമെന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.